എന്താണ് അരിയർ? എന്താണ് ഫോം 10E? എങ്ങനെയാണ് ഫോം 10E ഉപയോഗിച്ച് റിലീഫ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എന്താണ് റിലീഫ്? നമസ്കാരം. ഇപ്പോൾ എല്ലാവരും ഇൻകം ടാക്സിന്റെ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷന്റെ തിരക്കിലാവും അല്ലേ? നമുക്ക് ഈ വർഷത്തെ ഇൻകം ടാക്സ് ഇനി എത്ര അടയ്ക്കണം എന്ന് കണക്ക് കൂട്ടാനുള്ള അവസരമാണ് ഇപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ച് ഗവൺമെന്റ് ജോലിക്കാർക്ക് DA അരിയർ, ഇൻക്രിമെന്റ് അരിയർ, ഗ്രേഡ് അരിയർ, ഡെഫേർഡ് സാലറി അങ്ങനെ പല പല പേരുകളിലായിട്ട് മുൻവർഷങ്ങളിൽ കിട്ടേണ്ടിയിരുന്ന കുറേ എമൗണ്ടുകൾ ഈ വർഷം കയറി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ വർഷത്തെ ഇൻകം എന്ന് പറയുന്നത് വലിയൊരു തുകയാവും. അതനുസരിച്ച് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വലിയൊരു ടാക്സ് ലയബിലിറ്റി വരികയും ചെയ്യും. എന്താണ് അരിയർ? എന്താണ് ഫോം 10E? എങ്ങനെയാണ് ഫോം 10E ഉപയോഗിച്ച് റിലീഫ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എന്താണ് റിലീഫ്? റിലീഫിനെ കുറിച്ച് നമുക്കൊരു എക്സാമ്പിൾ പറയാം. അതായത് 2019-20 ഫിനാൻഷ്യൽ ഇയറിൽ എൻ്റെ വരുമാനം 3,50,000 രൂപയായിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ 2.5 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയുള്ള സ്ലാബിലാണ് ഞാൻ പെടുക. അതായത് 5% ടാക്സ് അടക്കേണ്ട സ്ലാബിലാണ് ഞാൻ പെടുക. എനിക്ക് അന്ന് കിട്ടിയത് 3.5 ലക്ഷം രൂപയായിരുന്നു. അപ്പോൾ ഞാൻ ആ 3.5 ലക്ഷം രൂപയ്ക്ക് 2.5 ലക്ഷത്തേക്കാൾ കൂടുതലുള്ള 1 ലക്ഷം രൂപയുടെ 5% ടാക്സ് അടച്ചു. അവിടെ ക്ലോസ് ആയി. ഇനി ഈ വർഷം ആ വർഷം കിട്ടേണ്ടിയിരുന്ന 1 ലക്ഷം രൂപ അരിയർ ഈ വർഷം കിട്ടിയെന്ന് കരുതാം. ഈ വർഷത്തെ എൻ്റെ ഇൻകം 4.5 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ ഈ വർഷത്തെ ഇൻകത്തിൻ്റെ കൂടെ കഴിഞ്ഞ വർഷം കിട്ടേണ്ടിയിരുന്ന 1 ലക്ഷം രൂപ കൂടെ കൂട്ടുമ്പോൾ 5.5 ലക്ഷം രൂപയായി എൻ്റെ ഇൻകം. അപ്പോൾ 5 ലക്ഷത്തിൻ്റെ മുകളിലാണ് എൻ്റെ ടാക്സബിൾ ഇൻകം എങ്കിൽ എനിക്ക് 20% സ്ലാബിലേക്ക് ഞാൻ പോകും. അങ്ങനെ വരുമ്പോൾ എനിക്ക് ഇപ്പോൾ കിട്ടേണ്ടിയിരുന്ന ഇൻകം അന്ന് കിട്ടിയിരുന്നെങ്കിൽ അടയ്ക്കേണ്ടതില്ലായിരുന്ന ടാക്സ് അന്ന് അടയ്ക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം എനിക്കന്ന് 3.5 ലക്ഷം രൂപ മാത്രമേ വരുമാനമുള്ളൂ. അതിൻ്റെ കൂടെ 1 ലക്ഷം രൂപ കൂടെ കിട്ടിയിരുന്നെങ്കിൽ 4.5 ലക്ഷം രൂപയെ ആവുമായിരുന്നുള്ളൂ എൻ്റെ നെറ്റ് ഇൻകം. ആ ഇൻകത്തുമ്പോൾ ഞാൻ അടക്കേണ്ടിയിരുന്ന ടാക്സ് വെറും 5% മാത്രമാണ്. ആ ഇൻകം ഇപ്പം എനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ എനിക്ക് കിട്ടുന്ന ഈ വർഷത്തെ ഇൻകം 4,50,000 രൂപയാണ്. അപ്പോൾ ഞാൻ ഇപ്പോഴും 5 ലക്ഷത്തിൽ താഴെയുള്ള പരിധിയിലാണ്, അതായത് 5% പരിധിയിലാണ്. ഞാൻ ഓൾഡ് സ്കീം വെച്ചിട്ടാണ് പറയുന്നത് കേട്ടോ, ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഈ വർഷം 5 ലക്ഷം രൂപയുടെ മുകളിലേക്ക് വരാൻ കാരണം എന്താണ്? അന്ന് കിട്ടേണ്ടിയിരുന്ന 1 ലക്ഷം രൂപ ഈ വർഷം കിട്ടി എന്നുള്ളത് കൊണ്ടാണ് ഞാൻ 5.5 ലക്ഷം രൂപയിലേക്ക് മാറിയത്. ഞാൻ അന്ന് അടക്കേണ്ടിയിരുന്ന ടാക്സ് അന്ന് അടച്ചിരുന്നെങ്കിൽ എനിക്ക് ഇത്രയല്ലേ വരുമായിരുന്നുള്ളൂ, 5% അടക്കേണ്ടി വരുമായിരുന്നുള്ളൂ. ഈ വർഷം അധിക നികുതി ബാധ്യത ഇല്ലാതിരിക്കാൻ എനിക്ക് ഫേവറബിൾ ആയിട്ട് ഇൻകം ടാക്സിലുള്ള ഒരു സെക്ഷനാണ് സെക്ഷൻ 89(1). അതാണ് റിലീഫിന്റെ എക്സ്പ്ലനേഷൻ. ഇനി വേറെ ഒരു കേസ് കൂടെ എടുക്കാം. എനിക്ക് ഈ വർഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4,50,000 രൂപയെ വരുമാനമുള്ളൂ. എനിക്ക് 2019-20 കിട്ടേണ്ടിയിരുന്ന 1 ലക്ഷം രൂപ ഈ വർഷം കിട്ടി. പക്ഷേ അവിടെ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. എനിക്ക് 2019-20 ഈ അരിയർ ഇല്ലാതെ അന്നത്തെ ഇൻകം എന്ന് പറയുന്നത് തന്നെ 5,50,000 രൂപയായിരുന്നു എന്ന് കരുതാം. അപ്പം ഞാൻ ഓൾറെഡി 20% സ്ലാബിലാണ്. എനിക്ക് 5 ലക്ഷത്തിന്റെ മുകളിലുള്ള എമൗണ്ടിന് 20% ടാക്സ് അടയ്ക്കണം. ഇപ്പോൾ ഞാൻ വരുന്നത് 20% സ്ലാബിൽ തന്നെയാണ്. രണ്ടിലും സ്ലാബുകൾ തമ്മിൽ വ്യത്യാസമില്ല. അങ്ങനെ വരുന്ന കേസുകളിൽ എനിക്ക് റിലീഫ് അവൈലബിൾ ആവില്ല. ഇതേപോലെ തന്നെ എനിക്ക് അന്ന് ഉയർന്ന ടാക്സ് റേറ്റ് 30% സ്ലാബിലായിരുന്നു ഞാനെന്ന് കരുതാം. ഇപ്പോൾ ഞാൻ 20% സ്ലാബിലാണ് ഇൻക്ലൂഡിങ് അരിയർ എങ്കിലും നമുക്ക് റിലീഫ് കിട്ടില്ല. അപ്പോൾ റിലീഫ് കിട്ടാത്ത 2 സാഹചര്യങ്ങൾ കൂടെ ഉണ്ട് എന്നത് ഈ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞതാണ്. ഇൻകം ടാക്സിന്റെ സെക്ഷൻ 89(1) പ്രകാരം നമുക്കൊരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ഫോം 10E എന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ കിട്ടേണ്ടിയിരുന്ന DAയോ സാലറിയോ ഇൻക്രിമെന്റോ അങ്ങനെ എന്ത് രീതിയിൽ ഏത് പേരിലുള്ള ഇൻകം ആണെങ്കിലും അത് ആ വർഷങ്ങളിൽ കിട്ടാതെ ഈ വർഷം ഈ നടപ്പ് വർഷം കിട്ടുമ്പോൾ അതിനെ പറയുന്ന പേരാണ് അരിയർ എന്നത്. ഈ അരിയർ അതാത് വർഷങ്ങളിൽ കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ കൃത്യമായി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യും, അതിന് കറസ്പോണ്ടിങ് ആയ ടാക്സ് അടയ്ക്കുകയും ചെയ്യുമായിരുന്നു. അത് അന്ന് ചെയ്യാതെ ഇന്ന് കിട്ടിയത് കൊണ്ടാണ് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ വന്നത്. അപ്പോൾ ഇതിനെ ഫോം 10E ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? എന്താണ് ഫോം 10Eയുടെ ലോജിക്ക്? എങ്ങനെയാണ് ഫോം 10Eയിലൂടെ റിലീഫ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇതെല്ലാം വളരെ സിമ്പിളായിട്ട് ഒരു എക്സൽ ഫയൽ ഉപയോഗിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ശ്രമിക്കാം. ഫോം 10Eയുടെ വർക്കിംഗ് കാണിക്കാൻ വേണ്ടി ഒരു സിമ്പിൾ ഒരു എക്സൽ ഫയൽ, ഇത് ഫോർമുലാസോ കാര്യങ്ങളോ ഒന്നും ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല. ചുമ്മാ ഒരു എക്സൽ ഫയലാണ്. നമുക്ക് ഫോർമുലാസോ ഒക്കെ അതാത് സമയത്ത് ഇടാം. അപ്പോൾ അതിൽ ഇത്രയും ഡാറ്റ നമുക്ക് എൻ്റർ ചെയ്യണം. 2018, 19, 20, 21 വർഷങ്ങളിലെ അരിയറുകളായിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. 21, 22 ഫിനാൻഷ്യൽ ഇയർ, അതായത് ഇപ്പം 22 ഫെബ്രുവരിയാണ്, 22 മാർച്ച് വരെയുള്ള കണക്കാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഈ വർഷമായിരിക്കും കഴിഞ്ഞ വർഷങ്ങളിലെ അരിയറുകൾ കിട്ടിയിട്ടുണ്ടാവുക. ഓക്കെ,
അപ്പോൾ ആദ്യം തന്നെ ടാക്സബിൾ ഇൻകം എക്സ്ക്ലൂഡിംഗ് അരിയർ ഒഴിവാക്കിയിട്ട് നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് എത്ര രൂപയാണോ എല്ലാ ഡിഡക്ഷൻസും കഴിച്ചുകൊണ്ട് ടോട്ടൽ ഇൻകം ആയിട്ട്, അതായത് ആ ഇൻകത്തിലായിരിക്കും നമ്മൾ ടാക്സ് കൊടുത്തിട്ടുണ്ടാവുക. ആ എമൗണ്ട് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്ത ഫോമിനകത്ത് നിന്ന് കിട്ടുന്ന എമൗണ്ട് ആണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ 6,92,526 രൂപയാണ് എന്ന് വിചാരിക്കാം 2018-19. ഇനി ഇതുപോലെ തന്നെ 2019-20 നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്ത കോപ്പി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്നും ടോട്ടൽ ഇൻകം, അതായത് നെറ്റ് ടാക്സബിൾ ഇൻകം, എല്ലാ ഡിഡക്ഷൻസും കഴിഞ്ഞിട്ട് കിട്ടുന്ന ഇൻകം ആണ്. ആ ഇൻകം നമുക്ക് ഇവിടെ ഇടാം. അതിൽ 6,26,547 രൂപയാണെന്ന് വിചാരിക്കാം. അതുപോലെ 20-21 5,62,530 രൂപ. അപ്പൊ ഇതിൽ നമുക്ക് അതാത് വർഷങ്ങളിൽ എത്ര രൂപ ടാക്സ് അടച്ചു എന്നുള്ളത് ആ ഫോമിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ആ ഫോമിൽ തന്നെ ഉണ്ടാവും. അന്ന് 2018-19 അടച്ച ടാക്സ് ഇത്ര തന്നെ ആയിരിക്കാം. ഇത്രയാണ് നമ്മൾ ഫയൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ എമൗണ്ടുകൾ നമ്മൾ ഇട്ടു, ഇത്ര ടാക്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടോട്ടൽ അരിയർ ഈ വർഷം എത്ര കിട്ടിയ ടോട്ടൽ അരിയർ ഒരു 2,24,423 രൂപയാണ് എന്ന് വിചാരിക്കാം. ടോട്ടൽ ഈ വർഷം, അതായത് 2021-22 കിട്ടേണ്ടിയിരുന്ന എമൗണ്ട് കൂടാതെ കഴിഞ്ഞ വർഷങ്ങളിൽ കിട്ടേണ്ടിയിരുന്ന 2,24,423 രൂപ ഈ വർഷം കിട്ടി. അതിനെ നമുക്കത് സ്പ്ലിറ്റപ്പ് വേണം. 2018-19 ഈ അരിയറിന്റെ എത്ര പോർഷൻ ഉണ്ടായിരുന്നു? ഒരു 3,240 രൂപ വിചാരിക്കാം. ടോട്ടൽ എമൗണ്ട് നമുക്കൊന്ന് കണക്കൂട്ടി നോക്കുമ്പോൾ ഇത് ശരിയാവുന്നത് പ്ലസ് ഇത് ഓക്കെ, സെയിം എമൗണ്ട് തന്നെയാണ്. ഇപ്പൊ നമ്മുടെ കാൽക്കുലേഷൻ കറക്റ്റ് ആണ്. ഈ എമൗണ്ട് ആണ് അരിയർ കിട്ടിയത്. ഈ അരിയറിന്റെ സ്പ്ലിറ്റപ്പ് നമ്മൾ ഓരോ വർഷത്തേക്കും കൃത്യമായിട്ട് ഇട്ടുകൊടുത്തു. ഇനി ഈ അരിയറും കൂടെ കിട്ടിയിരുന്നെങ്കിൽ അന്ന് എത്ര ടാക്സ് കൊടുക്കണമായിരുന്നു? അതാണ് നമുക്ക് കണക്കൂട്ടേണ്ടത്. അതിന് അന്ന് കിട്ടിയ എമൗണ്ട് പ്ലസ് അരിയർ. ഈ അരിയറുകൾ അതാത് വർഷങ്ങളിൽ കിട്ടിയിരുന്നെങ്കിൽ ഇത്ര എമൗണ്ട് ആയിരിക്കുമായിരുന്നു നമ്മളുടെ ഇൻകം. നമ്മൾ അന്ന് ഇൻകം ടാക്സിൽ 2019-20 6,26,000 രൂപയാണ് ഡിക്ലെയർ ചെയ്തത്. പക്ഷേ അരിയർ അന്ന് കിട്ടിയിരുന്നെങ്കിൽ 7,90,000 രൂപ കൊടുക്കണമായിരുന്നു. അങ്ങനെ വരുമ്പോൾ അതിന്റെ ടാക്സ് എത്രയാണ് വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ ഇൻകം ടാക്സിന്റെ സൈറ്റിൽ തന്നെ ഇൻകം ടാക്സ് കാൽക്കുലേറ്റർ ഉണ്ട്. ചുമ്മാ സെർച്ച് ചെയ്താൽ മതി. ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടൂളാണ്. അപ്പോൾ ഇതിൽ നമുക്ക് അസസ്മെന്റ് ഇയർ സെലക്ട് ചെയ്യാം. അസസ്മെന്റ് ഇയറും ഫിനാൻഷ്യൽ ഇയറും തമ്മിലുള്ള വ്യത്യാസം അറിയാം. അസസ്മെന്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഏത് വർഷത്തെ കണക്കാണ് നമ്മൾ കൊടുക്കുന്നത്, ആ വർഷത്തെ കണക്ക് കഴിഞ്ഞ് പിന്നത്തെ വർഷമാണ് അതിനെ അസസ് ചെയ്യുക. അതായത് 2018-19 വർഷം, 2018 ഏപ്രിൽ മുതൽ 19 മാർച്ച് വരെയുള്ള വർഷത്തെ കണക്കുകൾ അല്ലെങ്കിൽ ആ വർഷം കിട്ടിയ സാലറി അസസ് ചെയ്യുന്നത്, അത് കറക്റ്റ് ആണോ എന്ന് പരിശോധിക്കുന്നതും അതിന്റെ റിട്ടേൺ ഫയൽ ചെയ്യുന്നതൊക്കെ 19-20 18-19 ഫിനാൻഷ്യൽ ഇയറിന്റെ അസസ്മെന്റ് ഇയർ. അതുകൊണ്ട് തന്നെ 2019-20 ആണ്. ടാക്സ് പെയർ ഇൻഡിവിജ്വൽ ആണോ മറ്റേതെങ്കിലും സ്ഥാപനമോ കമ്പനി അങ്ങനെ എന്തെങ്കിലും ആണോ, മെയില് ഫീമെയില് സീനിയർ സിറ്റിസൺ, ഇതിനകത്ത് മെയിലും ഫീമെയിലും തമ്മിൽ യാതൊരു ഡിഫറൻസും ഇല്ല. സീനിയർ സിറ്റിസൺ ആകുമ്പോൾ ടാക്സിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ മെയിലായാലും ഫീമെയിലായാലും സെയിം തന്നെയാണ് ടാക്സിന്റെ റേറ്റ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൾ റെസിഡന്റ് ആണ്. അപ്പൊ ഇൻകം ഫ്രം സാലറി, അതായത് എല്ലാ ഡിഡക്ഷൻസും കഴിച്ചിട്ടുള്ള ഇൻകം, നെറ്റ് ഇൻകം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ എമൗണ്ടുകളാണ് ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടി വരുമായിരുന്നത്. ഇവിടെ 1,64,000 രൂപ അരിയർ കിട്ടിയതുകൊണ്ട് 73,000 രൂപ ടാക്സ് കൊടുക്കേണ്ടിയിരുന്നു. ഇത് ആ വർഷം തന്നെ കിട്ടിയിരുന്നെങ്കിൽ അന്ന് 6,26,000 കിട്ടിയിട്ടുള്ളതുകൊണ്ട് നമ്മൾ 39,321 കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിന്റെ ഡിഫറൻസ് എമൗണ്ട് നമുക്ക് നോക്കാം. കൊടുക്കേണ്ടിയിരുന്ന എമൗണ്ട് 53,000 രൂപ, അന്ന് കൊടുത്ത 53,719 രൂപ, അന്ന് കൊടുത്ത എമൗണ്ട് 53,045 രൂപ. അതുപോലെ തന്നെ 73,527 രൂപ കൊടുക്കണമായിരുന്നു അരിയർ എമൗണ്ട് ഇപ്പൊ കിട്ടിയത് അതേ വർഷം തന്നെ കിട്ടിയിരുന്നെങ്കിൽ. പക്ഷെ നമ്മൾ ആ വർഷം അടച്ച എമൗണ്ട് ടാക്സ് എന്ന് പറയുന്നത് 39,000 രൂപയാണ്. അതിന്റെ ഡിഫറൻസ് 34,000 രൂപയും കൂടി അടയ്ക്കാനുണ്ട്. അതുപോലെ എല്ലാ വർഷത്തെയും ടാക്സ് കണക്കൂട്ടി. ഇനി ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ടോട്ടൽ എത്ര രൂപ ടാക്സ് ഡിഫറൻസ് വന്നു? നമ്മൾ ഈ 3 വർഷങ്ങളിലായിട്ട് ഈ അരിയറുകൾ അതാത് വർഷങ്ങളിൽ കിട്ടിയിരുന്നെങ്കിൽ അധികമായി അടക്കേണ്ടിയിരുന്നത് 46,681 രൂപയാണ്. അത് നമ്മൾ അന്ന് കിട്ടാത്തത് കൊണ്ട് അടച്ചിട്ടില്ല. ഓക്കെ, ഇനി 2021-22 അരിയറിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഈ 2021-22 ടാക്സബിൾ ഇൻകം അരിയറോട് കൂടിയിട്ടുള്ള ഇൻകം ടോട്ടല് നമുക്ക് വന്നത് ഒരു 10,68,320 രൂപയാണ്. അതായത് ഈ 2,24,000 രൂപ അരിയറും കൂടെ കൂടിയിട്ടാണ് നമുക്ക് 10,68,320 രൂപ കിട്ടിയത്. അപ്പോൾ അരിയർ ഇല്ലാതെ കിട്ടേണ്ടിയിരുന്ന എമൗണ്ട്
8,43,000 രൂപ മാത്രമാണ്. അതായത് ഈ വർഷം മുമ്പത്തെ വർഷങ്ങളിൽ കിട്ടേണ്ടിയിരുന്ന അരിയറുകൾ അതാത് വർഷം കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഈ വർഷത്തെ ഇൻകം 8,43,897 ആയി ചുരുങ്ങുമായിരുന്നു. പക്ഷെ നമുക്ക് അരിയറുകൾ അന്ന് കിട്ടാത്തത് കൊണ്ട് ഇപ്പൊ കിട്ടിയപ്പോൾ ഇപ്പോഴത്തെ ഇൻകം എത്ര രൂപയായി? അപ്പൊ ഈ അരിയറുകൾ ഇല്ലെങ്കിൽ നമുക്ക് എത്ര രൂപ ടാക്സ് അടയ്ക്കണമായിരുന്നു? നമുക്കതും നോക്കാം. 84,530 രൂപയാണ് ടാക്സ് അടയ്ക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ അരിയറും കൂടെ കിട്ടിയപ്പോൾ എൻ്റെ ടാക്സ് ലയബിലിറ്റി എത്ര രൂപയായി? 1,38,316 രൂപയായി. ഇതാണ് നേരത്തെ പറഞ്ഞ ഭീമമായ ടാക്സ് ലയബിലിറ്റി എന്ന് പറഞ്ഞത്. ഇവിടെ ഡിഫറൻസ് എത്ര രൂപയാണ്? 1,38,000 മൈനസ് 84,000. അപ്പൊ 53,786 രൂപ എനിക്ക് അധികമായിട്ട് ഈ അരിയർ ഈ വർഷം കിട്ടിയത് കൊണ്ട് അടയ്ക്കേണ്ടി വന്നു. പക്ഷേ ഈ അരിയറുകൾ അതാത് വർഷം കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് മുൻ വർഷങ്ങളിൽ അധികമായി അടയ്ക്കേണ്ടിയിരുന്ന ടാക്സ് എത്രയായിരുന്നു? 46,681 രൂപയാണ്. അപ്പൊ നമുക്ക് ഈ റിലീഫ് കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ വർഷം ഞാൻ അധികമായി അടയ്ക്കേണ്ടി വരുന്ന ടാക്സ് മൈനസ് അരിയറുകൾ കൃത്യമായി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അധികമായി അടയ്ക്കേണ്ടിയിരുന്ന ടാക്സ്, ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ്. അതായത് ഈ വർഷത്തെ എൻ്റെ അടയ്ക്കേണ്ടതായ ടാക്സ് അല്ലെങ്കിൽ അധികമായി അടയ്ക്കേണ്ടതായ ടാക്സ് മൈനസ് കഴിഞ്ഞ വർഷങ്ങളിൽ കൃത്യമായി എമൗണ്ടുകൾ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അധികമായി അടയ്ക്കേണ്ടിയിരുന്ന ടാക്സ് 7,105 രൂപ. ഇതാണ് എനിക്ക് കിട്ടുന്ന റിലീഫ് എന്ന് പറയുന്നത്. ഒരു സിമ്പിൾ എക്സൽ ഫയൽ വെച്ച് നമുക്കിത് കണക്ക് കൂട്ടി കണ്ടുപിടിക്കാവുന്നതാണ്. ഈ എക്സൽ ഫയൽ നിങ്ങൾക്ക് ജസ്റ്റ് വർക്ക് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് ഇടാം. നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് റിലീഫ് കിട്ടാത്ത വേറൊരു കേസ് നമുക്ക് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, അരിയറോട് കൂടി കിട്ടിയ എമൗണ്ടുകൾ കഴിഞ്ഞ വർഷങ്ങളിൽ അരിയറോട് കൂടി എമൗണ്ട് കിട്ടിയിരുന്നെങ്കിൽ അടയ്ക്കേണ്ടിയിരുന്ന ടാക്സ് ഈ വർഷം അടയ്ക്കേണ്ട ടാക്സിനേക്കാളും കൂടുതലായിരുന്നു എങ്കിൽ റിലീഫ് നമുക്ക് എലിജിബിൾ അല്ല എന്നതാണ് എൻ്റെ അർത്ഥം. നമുക്കൊരു കേസ് നോക്കാം. 2018-19 641,762 ആണ് ടാക്സബിൾ ഇൻകം. അന്ന് അടച്ച ടാക്സ് 42,486 രൂപയാണ്. 19-20 555,492 5,55,492 ആണ് അന്ന് അടച്ച ടാക്സ്. 24,542 രൂപയാണ്. 20-21 496,947. അപ്പോൾ 4,96,947 വന്നിട്ടും ഇവിടെ ടാക്സ് വന്നില്ല. അതിന്റെ കാരണം എന്താണെങ്കിൽ, ഈ 2019-20 കാലഘട്ടം മുതൽ റിബേറ്റ് നമ്മുടെ പ്രധാനമന്ത്രി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ റിബേറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണോ ടാക്സ് വരുന്നത്, 5 ലക്ഷം രൂപയോ അതിൽ കുറവോ ഇൻകമാണ് ടാക്സബിൾ ഇൻകത്തിൽ വരുന്നത് എങ്കിൽ അതിന് വേണ്ടി വരുന്ന ടാക്സ് അടയ്ക്കേണ്ടാത്ത ഒരവസ്ഥയാണ്. അത് മുൻ വർഷങ്ങളിലെ ബഡ്ജറ്റിൽ കൊണ്ടുവന്നതാണ്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ട് പോവുകയാണ്. 2021-22 കാലഘട്ടത്തിൽ അരിയറോട് കൂടിയവർക്ക് 9,43,480 രൂപയാണ് കിട്ടിയത്. അരിയർ കിട്ടിയത് 1,90,182 രൂപയാണ്. ഈ അരിയർ ഇവിടെ കിട്ടിയില്ലായിരുന്നെങ്കിൽ 2021-22 മാത്രം ഇൻകം 7,53,298 രൂപ മാത്രമാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടാക്സ് 65,000 രൂപയാണ്. ഇനി അരിയറോട് കൂടി നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ 1,05,244 രൂപ അടയ്ക്കണം. അപ്പോൾ ഇവിടെ ഡിഫറൻസ് എമൗണ്ട് അടയ്ക്കേണ്ടി വരുന്നത് 39,558 രൂപയാണ്. ഇനി ഈ അരിയറിന്റെ സ്പ്ലിറ്റപ്പ് നമുക്ക് നോക്കാം. 2018-19 2,952 രൂപയും 2019-20 4,21,092 രൂപയും 20-21 1,45,038 രൂപയുമാണ് അരിയർ. അപ്പോൾ ഇതിന്റെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 1,90,182 1,90,182 കറക്റ്റ് ആണ്. ഈ അരിയറുകൾ അതാത് വർഷങ്ങളിൽ കിട്ടിയിരുന്നെങ്കിൽ അടയ്ക്കേണ്ട ടാക്സ് എന്ന് പറയുന്നത് ഈ വർഷത്തെ ഇൻകത്തിൽ കൂടെ കൂട്ടുമ്പോൾ അടയ്ക്കേണ്ട ടാക്സിനേക്കാൾ കൂടുതലായിരുന്നു. അതായത് 39,558 രൂപ മാത്രമാണ് ഈ അരിയറോട് കൂടി കിട്ടുമ്പോൾ ഇതിന്റെ ഡിഫറൻസ് അനുസരിച്ച് ഇവർക്ക് ടാക്സ് കൊടുക്കേണ്ടത്. അതാണ് നേരത്തെ പറഞ്ഞത്. 21-22 അടയ്ക്കേണ്ടതായ ടാക്സിനേക്കാളും കൂടുതൽ എമൗണ്ട് മുൻവർഷങ്ങളിൽ അരിയറുകൾ കിട്ടിയിരുന്നെങ്കിൽ അടയ്ക്കേണ്ടി വരുമായിരുന്നു എങ്കിൽ നമുക്ക് റിലീഫ് 0 ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലായത് എന്താണെങ്കിൽ, 2021-22 അരിയർ ഒന്നും ഇല്ലാതെ അവർക്ക് ഈ വർഷത്തെ ഇൻകം മാത്രമായി കിട്ടുന്നത് 7,53,298 രൂപയായിരുന്നു. അങ്ങനെയെങ്കിൽ അവർക്ക് 65,686 രൂപയാണ് ടാക്സ് അടയ്ക്കേണ്ടിയിരുന്നത്. ഈ 1,90,182 രൂപ അരിയറും കൂടെ കൂട്ടി കിട്ടിയപ്പം ഇവർക്ക് 9,43,480 രൂപ ഇൻകം വന്നു. അപ്പൊ അവർ അടയ്ക്കേണ്ടിയിരുന്ന എമൗണ്ട് 1,05,000
244 രൂപയായി കൂടി. അപ്പോൾ 39,558 രൂപ അവർ കൂടുതൽ അടയ്ക്കണം. ഇനി ഇതിന്റെ മറുവശം നമുക്ക് നോക്കാം. ഈ അരിയറുകൾ കഴിഞ്ഞ വർഷങ്ങളിൽ കൃത്യമായി കിട്ടിയില്ലാത്തത് കൊണ്ട് അവരാകെ കൂടെ അടച്ച ടാക്സ് എത്രയാണ്? ആകെ 67,029 രൂപ മാത്രമാണ് അടച്ചിട്ടുള്ളൂ. ഈ അരിയറുകൾ അതാത് വർഷങ്ങളിൽ കിട്ടിയിരുന്നെങ്കിൽ അവർക്ക് 51,923 രൂപ കൂടി ടാക്സ് ആയിട്ട് ഗവൺമെന്റിലേക്ക് അടക്കേണ്ടിയിരുന്നു. പക്ഷേ ഈ അരിയർ അന്നത്തെ വർഷങ്ങളിലേക്ക് നമുക്ക് റിലീഫ് ഒന്നും കിട്ടിയില്ലെങ്കിലും അന്നത്തെ വർഷങ്ങളിലേക്ക് ഇടാത്തതുകൊണ്ട് നമുക്കിവിടെ 39,558 രൂപ മാത്രമാണ് കൂടുതൽ അടക്കേണ്ടത്. എന്ന് വെച്ചാൽ ഗവൺമെന്റിന് കിട്ടേണ്ടിയിരുന്ന 51,923 മൈനസ് 39,558 12,365 രൂപ ഗവൺമെന്റ് എംപ്ലോയീസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ്. ഇതാണ് ഇതിന്റെ റിലീഫ് കിട്ടിയില്ലെങ്കിലും നമുക്ക് കിട്ടുന്ന ഒരു ലാഭം എന്ന് പറയുന്നത്. അപ്പോൾ മുൻ വർഷങ്ങളിൽ കിട്ടുമ്പോൾ നമുക്ക് ചെറിയ ടാക്സേ വരുമായിരുന്നുള്ളൂ എങ്കിൽ അത് ഗവൺമെന്റ് നമുക്ക് അലോ ചെയ്യുകയും, മുൻ വർഷങ്ങളിൽ കൃത്യമായി അരിയർ കിട്ടിയിരുന്നെങ്കിൽ കൂടുതൽ ടാക്സ് വേണ്ടി വരുമായിരുന്നു എങ്കിൽ അത് ഗവൺമെന്റ് വേണ്ട എന്ന് വെക്കുകയും ചെയ്യുന്ന ഈ സിസ്റ്റമാണ് നമ്മളെ ഫോം 10 ലക്ഷ്യമാക്കുന്നത്. ചുരുക്കത്തിൽ മനസ്സിലായത് എന്താണെങ്കിൽ റിലീഫ് കിട്ടാത്തവരാണ് ഭാഗ്യവാന്മാർ. റിലീഫ് കിട്ടിയ ആളുടെയും കിട്ടാത്ത ആളുടെയും ടാക്സ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. മുൻ പറഞ്ഞ ഉദാഹരണത്തിൽ റിലീഫ് കിട്ടിയ ഒരാൾക്ക് 18, 19, 19, 20, 21 വർഷങ്ങളിൽ ആക്ച്വലി പേ ചെയ്യേണ്ടിയിരുന്ന എമൗണ്ട് 1,65,053 രൂപയാണ്. ആ വർഷങ്ങളിൽ അവർ അടച്ചിട്ടുള്ള ടാക്സ് എന്ന് പറയുന്നത് 1,18,373 രൂപയാണ്. ബാലൻസ് എമൗണ്ട് എന്ന് പറയുന്നത് 46,680 രൂപയും കൂടെ അവര് ടാക്സ് ഇനത്തിൽ അടയ്ക്കണം. കൂടാതെ 21, 22 വർഷങ്ങളിലുള്ള 84,531 രൂപയും കൂടെ ഈ വർഷം അടയ്ക്കണം. അപ്പോൾ യഥാർത്ഥത്തിൽ അവർ അടയ്ക്കേണ്ടത് 1,31,211 രൂപയാണ്. ഇനി റിലീഫ് കിട്ടിയപ്പോൾ അവർ അടയ്ക്കേണ്ടി വരുന്ന എമൗണ്ട് എത്രയാണെന്ന് നോക്കാം. ഈ വർഷം അവർക്ക് അടയ്ക്കേണ്ട എമൗണ്ട് 1,38,316 രൂപയാണ്. റിലീഫ് ഇനത്തിൽ അവർക്ക് കിട്ടിയിരിക്കുന്നത് 7,105 രൂപയാണ്. അതായത് ബാലൻസ് എമൗണ്ട് ആയ 1,31,211 രൂപ തന്നെ അവർ ടാക്സ് ഇനത്തിൽ അടയ്ക്കണം. റിലീഫ് കിട്ടിയപ്പോഴും റിലീഫ് കിട്ടാതിരുന്നപ്പോഴും അവർക്ക് അടയ്ക്കേണ്ടി വരുന്ന എമൗണ്ട് സെയിം തന്നെയാണ്. ഇനി റിലീഫ് കിട്ടാത്ത ആളുടെ ടാക്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അയാൾക്ക് 3 വർഷങ്ങളിലായിട്ട് യഥാർത്ഥത്തിൽ അടയ്ക്കേണ്ട ടാക്സ് എന്ന് പറയുന്നത് 1,18,943 രൂപയാണ്. അയാൾ അടച്ചിട്ടുള്ളത് 67,021 രൂപ മാത്രമാണ്. അടയ്ക്കേണ്ട ബാലൻസ് എമൗണ്ട് എന്ന് പറയുന്നത് 51,922 രൂപയാണ്. കൂടാതെ ഈ വർഷത്തെ ടാക്സ് ആയ അവർക്ക് അരിയർ ഒന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആക്ച്വൽ എമൗണ്ട് എന്ന് പറയുന്നത് 7,53,298 രൂപയാണ്. അതിൽ അവർക്ക് അടയ്ക്കേണ്ടി വരുന്നത് 67,686 രൂപയാണ്. അപ്പോൾ 21, 22 വർഷത്തിൽ അവർക്ക് ടോട്ടലായിട്ട് അടയ്ക്കേണ്ടി വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 1,17,608 രൂപയാണ്. ഇനി 10 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് അടയ്ക്കേണ്ടി വരുന്ന എമൗണ്ട് എത്രയാണെന്ന് നോക്കാം. കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് 1,05,244 രൂപയാണ്. റിലീഫ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഈ എമൗണ്ട് തന്നെയാണ് അവർ അടയ്ക്കേണ്ടത്. അപ്പോൾ 1,17,608 രൂപയാണോ അതോ 1,05,244 രൂപ അടയ്ക്കുന്നതാണോ ലാഭം? അതായത് അവർക്ക് കിട്ടിയിരിക്കുന്നത് 12,364 രൂപ ടാക്സ് ഇനത്തിൽ ഇവർക്ക് ലാഭമായി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇവരല്ലേ യഥാർത്ഥത്തിൽ ഭാഗ്യവാന്മാർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ഇൻകം ടാക്സിന്റെ ഫോം 10 അല്ലെങ്കിൽ റിലീഫ് അങ്ങനെയുള്ള സംഭവങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. നന്ദി, നമസ്കാരം.